ഹലോ അസ്സലാമു അലൈക്കും. ജൂൺ 7 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാക്ക വിളിച്ചിട്ട് ഒന്ന് വേഗം നീ റെഡി ആയിട്ടൊക്കെ നമുക്കൊന്ന് ഷോപ്പിലേക്ക് പോകാമല്ലാന്ന്. എന്താണെന്ന് സംഭവം എനിക്ക് പിടികിട്ടിയിട്ടുണ്ടായി. കാരണം ഞാൻ പുള്ളിക്കൊരു ചെറിയ സർപ്രൈസ് കൊടുത്തതല്ലേ. അപ്പോൾ ഇങ്ങോട്ടേക്കൊരു ചെറിയ സർപ്രൈസ് ഉണ്ടാകുമെന്ന് കരുതിയിട്ട് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു, എന്തായാലും ഉണ്ടാവുമായിരിക്കുന്നേ. അങ്ങനെ നമ്മൾ നേരെ ഷോപ്പിലേക്ക് വിട്ട് കുറച്ച് സമയം വണ്ടി ഇങ്ങനെ റൗണ്ട് അടിച്ച് കളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് സംഭവം ഇതെന്ത് ഷോപ്പിലേക്ക് പോവാത്തതെന്ന് പറഞ്ഞു. കേക്ക് വന്നിട്ടില്ല, കേക്ക് വരട്ടെ നമുക്ക് അവർക്കുള്ള കേക്ക് കൊടുക്കാൻ. പിന്നെ ഷോപ്പിലെത്തിയിട്ട് പിന്നെ പറയാനുണ്ടോ സർപ്രൈസ്? ഞാൻ ജസ്റ്റ് ഒരു കേക്ക് മാത്രമേ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പോകുമ്പോഴത്തേക്ക് ഇതാ അടിപൊളിയാക്കി നല്ല ഡെക്കോറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നവർ. പിന്നെന്താ അടുത്ത പരിപാടി, കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ പിന്നെ എന്തായാലും എടുക്കണ്ടേ അല്ലേ. അങ്ങനത്തെ പരിപാടിയാണ് പിന്നെ ഉണ്ടായിന്. അങ്ങനെ കുട്ടിപ്പട്ടാളംസിനെയും കൂട്ടിയിട്ട് നമ്മൾ കേക്ക് കട്ടിങ്ങും കഴിഞ്ഞു. അടുത്ത പരിപാടി പിന്നെ ഗിഫ്റ്റ് അൺബോക്സിങ് അല്ലേ. അത് പിന്നെ ഞാൻ കരുതി എന്നാൽ പിന്നെ അവിടെ നിന്ന് തന്നെ ചെയ്തേക്കാന്ന് കരുതിയിട്ട് ഓപ്പൺ ആക്കി നോക്കി. നല്ല അടിപൊളി ഒരു ബ്രേസ്ലെറ്റും അതേപോലെ തന്നെ നല്ലൊരു ഡ്രസ്സും എനിക്ക് തന്നിട്ടുണ്ടായിന്. എനിക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഇക്കു, എൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേ ഒരു അടിപൊളി മെമ്മറബിൾ ഡേ ആക്കി തന്നതിന്. എന്നെ സംബന്ധിച്ച് ഇത് വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ്. അങ്ങനെ എന്താ പറയുക, നമ്മൾ പ്രിയപ്പെട്ടവരൊക്കെ നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് തരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അല്ലേ. അങ്ങനെ നേരെ വീട്ടിലേക്ക് തിരിച്ച് പോയപ്പോഴുണ്ട് എൻ്റെ ബ്രദറിൻ്റെ വക ഷാനുവിൻ്റെ വകയുണ്ട് ഒരു ഗിഫ്റ്റ് ഹാമ്പർ കൊടുത്തു വിട്ടിട്ട്. അവൻ നാട്ടിലില്ല കേട്ടോ, പുറത്താണ്. അവന് ഇത്ര വലിയ ഐഡിയ ഉണ്ടെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. നല്ലൊരു അടിപൊളി ഹാമ്പർ കൊടുത്തു വിട്ടിട്ടുണ്ടായി. താങ്ക് യു സോ മച്ച് ഷാനു, മിസ് യു സോ മച്ച് ഡാ, നീ വേഗം വാ നാട്ടിലേക്ക്. അങ്ങനെ എൻ്റെ ജീവിതപാതയിൽ ഒരു വർഷം കൂടി അങ്ങനെ പൂർത്തീകരിച്ചിരിക്കുന്നു ഗായ്സ്. ഒരു വർഷം കൂടി പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് പറയാനല്ലേ. എത്ര പെട്ടെന്ന് ദിവസങ്ങളും വർഷങ്ങളൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ എൻ്റെ ഈ ബർത്ത്ഡേ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.